സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സിന്റെ ബാക്കി വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ y ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു എൻ എക്സ് ഷോ ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എം പ്ലസ് എൻ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് എം എൻ വൈ ഈക്വൽ ടു 0. തന്നിരിക്കുന്നത് y ഈസ് ഈക്വൽ ടു a ഇൻറ്റു ഇ റേസ് ടു എം എക്സ് പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു എൻ എക്സ് ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് നമുക്ക് എടുക്കാം. നമുക്കിനി വേണ്ട ഫസ്റ്റ് ഡെറിവേറ്റീവ് വേണം, സെക്കൻഡ് ഡെറിവേറ്റീവ് വേണം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടണം എന്തായാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താലേ പറ്റുള്ളൂ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എം എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എം എക്സ് ഇൻറ്റു എം. അതിൽ എം എടുത്ത് ആദ്യത്തെ ഫാക്ടറായിട്ട് വെച്ചേക്കുന്നു. സോ എ എം ഇ റേസ് ടു എം എക്സ് പ്ലസ് ഇ റേസ് ടു എൻ എക്സിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു എൻ എക്സ് ഇൻറ്റു എൻ. സോ ദാറ്റ് ഈസ് ബി എൻ ഇ റേസ് ടു എൻ എക്സ്. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയി. സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ആൾറെഡി ഒരു എം ഉണ്ട്, ഇ റേസ് ടു എം എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു എം കൂടി വരും. അപ്പോൾ എം സ്ക്വയർ ഇ റേസ് ടു എം എക്സ് പ്ലസ് സിമിലർലി ബി എൻ സ്ക്വയർ ഇ റേസ് ടു എൻ എക്സ്. സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് എന്താണോ പ്രൂവ് ചെയ്യേണ്ടത് അത് കിട്ടുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ആ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് പകരം അതിന്റെ വാല്യൂ ആയി അവിടെ വെക്കുക. ദാറ്റ് തേർഡ് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് വെക്കണം. ഡി വൈ ബൈ ഡി എക്സിന് പകരം ആ സെക്കൻഡ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് വെക്കണം. വൈക്ക് പകരം ആ ഫസ്റ്റ് ഇക്വേഷന്റെ റൈറ്റ് സൈഡ് വെക്കുക. ദെൻ സിംപ്ലിഫിക്കേഷൻ. ഇതാണ് ചെയ്യേണ്ട പ്രോസസ്സ്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുന്ന കൂട്ടത്തിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാത്ത കേസുകളെല്ലാം ഇതുപോലെ എടുത്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആ പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനകത്ത് ഈ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യാൻസൽ ആയി പോവും, ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇതാണ് മെത്തേഡ്. ഇക്കാര്യമാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് ക്യാൻസലേഷൻ നടത്താമെന്നേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ ഫോമിലെങ്കിലും ആക്കി വെക്കുക. ഓക്കെ, സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ഇ റേസ് ടു വൈ ഇൻറ്റു എക്സ് പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ഷോ ദാറ്റ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്നത് ഇ റേസ് ടു വൈ ഇൻറ്റു എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. അതിൽ നമുക്ക് ഇ റേസ് ടു വൈൻ്റെ വാല്യൂ എടുക്കാം. ഇ റേസ് ടു വൈ ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ എക്സ് പ്ലസ് 1. സാധാരണഗതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്ട്ലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകാം. പക്ഷെ ഇവിടെ ഞാൻ ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. രണ്ട് സൈഡ് ലോഗ് എടുക്കുമ്പോൾ കിട്ടുന്ന നോക്കുക. y ഈസ് ഈക്വൽ ടു ലോഗ് ഓഫ് 1 ബൈ 1 പ്ലസ് എക്സ്. ആ y വന്നിരിക്കുന്നത് ലോഗ് ഓഫ് ഇ റേസ് ടു വൈ ആണ്. ലോഗ് ഓഫ് ഇ റേസ് ടു വൈ ഈസ് y ലോഗ് ഇ എന്ന് വരും. ലോഗ് ഇ ഈസ് ഈക്വൽ ടു 1. സോ y ഈസ് ഈക്വൽ ലോഗ് ഓഫ് 1 ബൈ 1 പ്ലസ് എക്സ്. ഇനി ഡി വൈ ബൈ ഡി എക്സ് എടുക്കുമ്പോൾ 1 ഡിവൈഡഡ് ബൈ ആ ലോഗിനകത്ത് കിടക്കുന്ന ക്വാണ്ടിറ്റി 1 ബൈ 1 പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 ബൈ 1 പ്ലസ് എക്സ് ഈസ് മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ. കാരണം 1 ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് സ്ക്വയർ ആണ്. അതിൽ ഒരു 1 ബൈ 1 പ്ലസ് എക്സ് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ റിമൈനിങ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ്. ഇനി ഒരു പ്രാവശ്യം കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് 1 ബൈ 1 പ്ലസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. അഗെയിൻ നമ്മുടെ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് അല്ലേ. അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നതും 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ തന്നെയാണ്. സോ ദിസ് ക്യാൻ ബി ആസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, next one, y is equal to tan inverse x the whole square show that x square plus on the whole square y2 plus 2x into x square plus 1 into y1 equal to 2. So y is equal to tan inverse x the whole square. ഒരു പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dy by dx is equal to tan inverse x into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. ഡിനോമിനേറ്റർ വന്നാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അതുപോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തിയാൽ 1 by 1 plus x square into dy by dx is equal to 2 tan inverse x. ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഒരിക്കൽ കൂടി. 1 plus x square into dy by dx ന്റെ ഡെറിവേറ്റീവ് d square y by dx square plus dy by dx into derivative of 1 plus x square is 2x equal to 2 into tan inverse x ന്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. ജസ്റ്റ് മൾട്ടിപ്ലൈ ആ 1 plus x square ഉണ്ട്. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. ഓക്കെ, ഇനി ഇവിടെ രണ്ട് തിയറംസ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന് റോൾസ് തിയറവും മറ്റൊന്ന് മീൻ വാല്യൂ തിയറവും. രണ്ടിൻ്റെയും സ്റ്റേറ്റ്മെന്റ് ഒരുപോലെ തന്നെയാണ് ഏകദേശം. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എ ബി എന്നുള്ള ഇന്റർവലിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിയൽ ഫംഗ്ഷൻ ആണ്. അതാണ് ഫ്രം എ ബി ടു ആർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ രണ്ടിനകത്തും സെയിം കണ്ടീഷൻസ് ആണ്. കണ്ടിന്യൂസ് ഇൻ ക്ലോസ് ഡബിൾ എ ബി ആൻഡ് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഡബിൾ എ ബി. റോൾസ് തിയറത്തിനകത്ത് ഒരു കണ്ടീഷൻ കൂടെ വരും, എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി.
ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തെങ്കിൽ റോൾസ് തിയറം അനുസരിച്ച് there will exist at least one point. That is, there will exist some point എന്നാണ് പറഞ്ഞിരിക്കുന്നത്. C element of AB such that f dash is equal to 0. That is the Rolle's theorem. മീൻ വാല്യൂ തിയറം പറയുന്നത് ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ there will exist some C element of open double AB such that f dash is equal to f of b minus f of a divided by b minus a. ഈ 2 തിയറത്തിൻ്റെയും സ്റ്റേറ്റ്മെന്റ് മാത്രം മതിയാകും, പ്രൂഫ് നമുക്ക് തൽക്കാലം വേണ്ട. ജസ്റ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും സാധാരണ ചോദിക്കുക ഇതിനകത്തുനിന്ന്. അതെങ്ങനെ ചെയ്യുന്ന നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വെരിഫൈ റോൾസ് തിയറം ഫോർ ദി ഫംഗ്ഷൻ y is equal to x square plus 2 in ക്ലോസ് ഡബിൾ മൈനസ് 2 എപ്പോഴും ഇൻ്റർവൽ തന്നേക്കും. അതിനകത്ത് ആദ്യത്തെ എയും രണ്ടാമത്തെ ബി, ചിലപ്പോൾ എ എന്നും ബി എന്നായിരിക്കും തരിക. അപ്പോൾ എയും ബിയും ആ ഇൻ്റർവലിനകത്തുള്ള ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ആയിരിക്കും. ഇവിടെ വൈനെ നമുക്ക് എഫ് എഫ് എക്സിന് എടുക്കാം, കാരണം എന്നാലേ സൗകര്യം പെടുള്ളൂ. എഫ് എഫ് എക്സ് ഇസ് ഈക്വൽ എക്സ് സ്ക്വയർ പ്ലസ് 2. ഇനി ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണം, കൂടുതലൊന്നും പറയാൻ പോണ്ട. എഫ് എഫ് എക്സ് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എവരിവെയർ ആൻഡ് ഡിഫറൻഷ്യബിൾ ആയിട്ട് എവരിവെയർ, അതങ്ങ് പറഞ്ഞു വെച്ചാൽ മതി. അതാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എഫ് ഓഫ് മൈനസ് ടുവിൻ്റെ വാല്യൂ നിങ്ങൾ എഴുതുമ്പോൾ അത് സെപ്പറേറ്റ് സ്റ്റെപ്പ് ആക്കിക്കോണേ, ഒന്നിച്ച് കിടക്കരുത്. എഫ് ഓഫ് മൈനസ് ടുവിൻ്റെ വാല്യൂ 4 + 2 + 6. എഫ് ഓഫ് 2ൻ്റെ വാല്യൂ 4 + 2 = 6. സോ എഫ് ഓഫ് മൈനസ് 2 = എഫ് ഓഫ് 2 ആ ഇൻ്റർവലിനകത്ത്. ഓക്കെ, ഹെൻസ് എഫ് ഓഫ് എക്സ് സാറ്റിസ്ഫൈസ് ഓൾ ദ റിക്വയർമെന്റ്സ് ഫോർ റോൾസ് തിയറം. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് സി എന്നുള്ള വാല്യൂ വേണ്ടേ? സോ ഫസ്റ്റ് യു ഫൈൻഡ് എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. So f dash c is equal to 0, that is 2c is equal to 0, means c is equal to 0, and that 0 belongs to minus 2. So the Rolle's theorem is verified. ഇത്രയുള്ള റോൾസ് തിയറത്തിന്റെ വെരിഫിക്കേഷൻ. ആ സി ഏത് ഇന്റർവലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിനകത്തുണ്ട് എന്ന് കാണിച്ചാൽ മതി. കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം, റിക്വയർമെന്റ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ഹെൻസ് റോൾസ് തിയറം ഈസ് വെരിഫൈഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മീൻ വാല്യൂ തിയറത്തിന്റെ വെരിഫിക്കേഷനാണ്. അവിടെയും എഫ് എഫ് എക്സ് തന്നിട്ടുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3 ഇൻ 1 4. സോ എഫ് ഓഫ് എക്സ് എടുത്തു. പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ മതി. എഫ് ഡാഷ് എക്സ് എടുക്കുക 2x മൈനസ് 4. എഫ് ഡാഷ് സി 2c മൈനസ് 4. ഇനി വേണ്ട എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡ് ബൈ ബി മൈനസ് എ വേണം. ഈക്വൽ ടു എഫ് ഓഫ് 4 മൈനസ് എഫ് ഓഫ് 1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1. ജസ്റ്റ് എഫ് ഓഫ് 4 കാൽക്കുലേറ്റ് ചെയ്യാം. f of 1 calculate because f of x is given, that is minus 3 plus 6 divided by 3, that is equal to 1, and ഇത് f dash c equal ആവണം. So f dash c is equal to 2c minus 4 അല്ലേ? So 2c minus 4 is equal to 1, that is 2c is equal to 5, c is equal to 5/2 and is an element of 1 4, hence mean value theorem is verified. ഇവിടെ 3 അസൈൻമെന്റുകളാണ് തന്നിരിക്കുന്നത്. ആദ്യത്തത് y is equal to log base 7 of log x dy/dx വേണം. അവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും log xന്റെ ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ബേസ് ഇ ആയിരിക്കണം. പക്ഷെ ഇവിടെ ബേസ് 7 ആദ്യത്തെ കിടക്കുന്നത്, അകത്ത് log x കിടക്കുകയെന്നാൽ ബേസ് ഇ തന്നെയാണ്. അപ്പോൾ അവിടെ ബേസ് എന്ന് ചേഞ്ച് ചെയ്യണം യൂസിങ് ദ ബേസ് ചേഞ്ചിങ് റൂൾ. ഞാൻ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിക്കൊണ്ട് ഒന്ന് ബേസ് ചേഞ്ച് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുക. രണ്ടാമത്തും മൂന്നാമത്തും ഒന്ന് റോൾസ് തിയറം വെരിഫൈ ചെയ്യാനും, മൂന്നാമത്തത് മീൻ വാല്യൂ തിയറം അതിൻ്റെ ഷോർട്ട് ഫോം കിടക്കുന്നത്. മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യാനാണ് കിടക്കുക. എങ്ങനെയാണോ നമ്മൾ ഇവിടെ 2 വർക്കൗട്ട് എക്സാമ്പിൾ കിടക്കുന്നത്, സെയിം പ്രൊസീജിയറിൽ ഒന്ന് പറ്റുമൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, റൈറ്റ്.